രത്തൻ യു ഖേൽക്കർ ഇന്ന് ചുമതലയേൽക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാകും ചുമതലയേൽക്കൽ. അനുരു അശോകൻ കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. അനുരു, ഗുഡ് മോർണിംഗ്. ഇപ്പം രത്തൻ സാധാരണ ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊന്നും ഒരു ഔദ്യോഗിക സ്ഥാനത്തിലേക്കൊക്കെ ആരെങ്കിലും സ്ഥാനമേറ്റെടുക്കലൊക്കെ ചുരുക്കമായിരിക്കും. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്. രത്തൻ യു ഖേൽക്കർ സ്ഥാനമേറ്റെടുക്കുകയാണ്. അതും വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കെ, ദേശീയ തലത്തിൽ പോലും വിഷയം ചർച്ചയായിക്കൊണ്ടിരിക്കെ. അനുരു, കേൾക്കാമോ അനുരു? കൂടിയായിരിക്കും രത്തൻ യു ഖേൽക്കർ സെക്രട്ടറിയേറ്റിലെത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി സെക്രട്ടറിയായി ചുമതലയേൽക്കുക. അദ്ദേഹത്തിൻ്റെ നിയമനം സംബന്ധിച്ച് ഇപ്പോൾ BJP നേതൃത്വവും CPIM നേതൃത്വവും ഒക്കെ രൂക്ഷമായ വിമർശനമാണ് UDF-നെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു നിയമനത്തെ സാധൂകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നുള്ള നിലവിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഈ ഒരു നിയമനത്തെ ന്യായീകരിക്കുന്നത്. അവർ പറയുന്നത് നേരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ നളിനി നെറ്റോ പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചീഫ് സെക്രട്ടറിയായി അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടും ഒക്കെ നിയമനത്തിൽ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിലപാടിൽ കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിലെത്തിയത് അവിടെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന മനോജ് കുമാർ അഗർവാളിൻ്റെ ഒരു സഹായത്തോടു കൂടിയാണെന്നുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം ഉയർത്തിയിട്ടാണ് CPM ഈ ഒരു നിയമനത്തെ കൂടുതലായിട്ട് ആക്രമിക്കുന്നത്. കാരണം മോഷണം വലുതാണെങ്കിൽ അതിനോടൊപ്പം തന്നെ അധികാരവും വലുതായിരിക്കും എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റ്. പക്ഷേ ഈ ഒരു പോസ്റ്റിനെയൊക്കെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും കാര്യമാക്കാനില്ല എന്നുള്ളതാണ്, രത്തൻ യു ഖേൽക്കർ മികച്ച ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ള നിലപാടിലാണ് UDF നേതൃത്വം ഇപ്പോഴും നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് ഡൽഹിയിലാണ്. അദ്ദേഹം ഇരിക്കുകയാണ്. ഇന്നിപ്പോൾ അടിയന്തരമായി അവധി ദിനത്തിൽ പോലും രത്തൻ യു ഖേൽക്കറെ ഇന്ന് ചുമതലയേൽക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ശരി. അനുരു അശോകനാണ് വിവരങ്ങൾ നൽകിയത്.